എല്ലാവർക്കും മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫംഗ്ഷനുകളുടെ ലിമിറ്റ്സിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. ഫംഗ്ഷനുകളുടെ അസ്യൂംഡ് വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ ചില ബേസിക് പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബേസിക് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണ് നമുക്ക് ഇന്ന് ആദ്യം ചെയ്ത് നോക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ഫൈൻഡ് ലിമിറ്റ് extending to 2x square minus 7x plus 3. ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ 2x square minus 7x plus 3 എന്നുള്ളതാണ്. അതിൽ x equal to 2 എന്ന് പറയുന്ന പോയിന്റിലുള്ള ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. 2x square എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെയുണ്ട്, -7x എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, 3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും അവിടെയുണ്ട്. ഇതിൽ ഓരോ ഫംഗ്ഷനുകളിലെയും ഇതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ സമ്മായിട്ടാണ് ഓരോ ഫംഗ്ഷനുകളുടെയും സമ്മായിട്ടാണ് ഇവിടെ നമുക്കിതിനെ കാണാൻ കഴിയുക. അതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2x square minus limit extending to 7x plus limit extending to 3. ഇങ്ങനെയാണ് നമുക്കതിനെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 f(x) plus g(x) equal to limit extending to x0 f(x) plus limit extending to x0 g(x). അത് രണ്ട് ഫംഗ്ഷനുകളുടെ സമ്മാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി രണ്ടിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2x square എന്ന് പറയുന്നതിനെ 2x square എന്ന് പറയുന്നതിൽ 2x square ഒരു പോളിനോമിയലാണ്. നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ട് വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് 2 into x square, ദാറ്റ് ഈസ് 2 square minus 7 into 2 plus limit extending to 3. 3 is a constant function, so at any point the value or the limit of that function is constant function is that constant itself, so it is equal to 3. So we get 2 into 4 minus 14 plus 3 എന്നാണ് കിട്ടുക. That is 8 minus 14 plus 3, that is minus 6 plus 3 equal to minus 3 എന്ന് കിട്ടും. കണ്ട, ഇതാണ് നമ്മുടെ ലിമിറ്റ് നമ്മുടെ സിമ്പിൾ ഫംഗ്ഷനുകളിൽ ചെയ്യാവുന്നത്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിനി അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല. ടേംസുകൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പോളിനോമിയൽ ഫംഗ്ഷനുകളിൽ ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിരിക്കുന്ന പോയിന്റിൽ സെയിം ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ഡയറക്റ്റ് ഇനി മുതൽ ഇവിടെ ഡയറക്റ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇങ്ങനെ വരുന്ന കേസിൽ നമുക്കിനി ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂസിന് പകരം വേരിയബിൾസിന് പകരം തന്നിരിക്കുന്ന ലിമിറ്റ് ഏത് പോയിന്റിലാണോ ആ പോയിന്റ് അപ്ലൈ ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് 2 into 2 square minus 7 into 2 plus 3. That is 2 into 4 minus 14 plus 3. സെയിം വാല്യൂ -3 തന്നെ കിട്ടും. ഇത് നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഈ പോളിനോമിയൽ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റാഷണൽ ഫംഗ്ഷനുകളുടെ ലിമിറ്റ് എന്താണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. റാഷണൽ ഫംഗ്ഷനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് റാഷണൽ ഫംഗ്ഷൻസ് ഓഫ് ദ ഫോം r of x equal to some f of x divided by g of x. Here f of x and g of x are polynomial functions. Also g of x not equal to 0. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്ന റാഷണൽ ഫംഗ്ഷനുകളുടെ പ്രത്യേകത. റാഷണൽ ഫംഗ്ഷനുകളിൽ ഇത് രണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0
എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് ചെയ്യാം. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള 2-3 എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇവിടെ ഡയറക്റ്റ് ഒന്ന് ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്നത് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 9 ഈസ് എ പോളിനോമിയൽ. സോ ദ വാല്യൂ ഈസ് 3 സ്ക്വയർ മൈനസ് 9 ദാറ്റ് ഈസ് 9 മൈനസ് 9 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുന്നത് 0 ആയിരിക്കും. ഇനി അതുപോലെ ഡിനോമിനേറ്ററിൽ കിട്ടുന്നത് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് പ്ലസ് 3 ഈക്വൽ ടു 3 plus 3 equal to 6. That is equal to 0 by 6 എന്ന് കിട്ടും. 0 by 6 is clearly a real number that is equal to 0. ഓക്കെ, കണ്ട ഇവിടെ നമുക്ക് വാല്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. 0 എന്ന് പറയുന്ന കൃത്യമായ റിയൽ നമ്പറാണ്. സോ the limit is 0 because limit extending to 3 x plus 3 is not equal to 0. So we can define 0 by 6 equal to 0. അപ്പോൾ ലിമിറ്റ് സിമ്പിൾ ആണ്. ഇനി നേരെ മറിച്ച് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നതെങ്കിലോ, ഇങ്ങനെയായിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് ലിമിറ്റ് കിട്ടുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് മൈനസ് 3 ദാറ്റ് ഈസ് 3 മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബട്ട് 0 by 0 is not defined or it is an indeterminate form. അതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് കാണാൻ കഴിയില്ല, കാരണം ഡിനോമിനേറ്ററിലെ ലിമിറ്റ് 0 ആയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷന് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആ റാഷണൽ ഫംഗ്ഷന് ഒരു സിമ്പിൾ ഫോം വല്ലതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. കാരണം കോമൺ ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിമ്പിൾ ഫോം കിട്ടുന്നതായിരിക്കും. അതൊരു ഡിഫൈൻഡ് വാല്യൂ ആയിരിക്കാം. അങ്ങനെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 9 എന്ന് പറയുന്നതിനെ നമുക്ക് that is x square minus 9 can be written as x square minus 3 square എന്ന് എഴുതാം. That is equal to x plus 3 into x minus 3. x square minus y square x plus y into x minus y എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതിന് ഒരു സിമ്പിൾ ഫോം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. Here x minus 3 is a common factor, so the function become limit or the limit become extending to 3. X minus 3 cancel ചെയ്യുന്നു, ബാക്കി x plus 3 എന്നുണ്ടാവുന്നു. ഇതിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3 plus 3 ഈക്വൽ ടു 6 എന്നാണ് ലിമിറ്റ് കിട്ടുക. ഇതാണ് റാഷണൽ ഫംഗ്ഷൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. Limit extending to 1 x minus 1 divided by x minus 1. Extending to 1 limit extending to 1 for x minus 1 divided by x minus 1. ഈ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ ചെക്ക് ചെയ്ത് നോക്ക്. 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 minus 1 divided by 1 minus 1 that is 0 by 0 an indeterminate form. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വല്ല സിമ്പിൾ ഫോം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
വളരെ സിമ്പിളാണ്. ഇവിടെ x minus 1 divided by x minus 1 equal to 1 എന്നാണ് കിട്ടുക. സോ ഇറ്റ് ഈസ് റിട്ടൺ ആസ് ലിമിറ്റ് x tending to 1 1. ആക്ച്വലി ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അതിനെ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ മറ്റൊരു രൂപത്തിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. സോ ദ ലിമിറ്റ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് സെൽഫ്. സോ ദ വാല്യൂ ഈസ് 1 എന്ന് കിട്ടും. ഓക്കെ, ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എക്സാമിനോ അല്ലെങ്കിൽ മറ്റ് പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാവുന്ന, പലപ്പോഴും കാണുന്ന ലിമിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കാണുന്ന വേറൊരു എക്സാമ്പിളാണ് ഇങ്ങനെ: ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മോഡുലസ് ഓഫ് x minus 1 ഡിവൈഡഡ് ബൈ x minus 1. ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല, ഒന്ന് മോഡുലസ് ഫംഗ്ഷനും താഴെ ഒരു പോളിനോമിയൽ ഫംഗ്ഷനുമാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റാഷണൽ ഫംഗ്ഷനുകൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം മോഡുലസ് ഫംഗ്ഷന് തന്നെ 2 ഫംഗ്ഷൻ ഫോമാണ് ഉള്ളത്. അപ്പോൾ ആ 2 ഫംഗ്ഷൻ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതൊന്നും ചെയ്തു നോക്കാം. ബിക്കോസ് വി നോ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 അത് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന് മുമ്പ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. വി നോ ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 വാല്യൂ അല്ലേ മോഡുലസ് ഫംഗ്ഷൻ ഉള്ളത്. ദാറ്റ് ഈസ് ദ ഇൻപുട്ട് x minus 1 will be the output if the input is positive or 0. നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? that is x minus 1 is greater than or equal to 0 and negative of the input as output for x input is a negative value, that is minus x minus 1 if x minus 1 is less than 0. മോഡുലസ് ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ? മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഇസ് ദ സെയിം ഇൻപുട്ട് ഈക്വൽ ഇഫ് the input is 0 or positive and the negative of the input, that is the value of the modulus function, is the negative of the input if that is modulus function x is defined as x if x is positive and negative of x if x is a negative quantity. ഇങ്ങനെയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. that is x minus 1 എന്ന് പറയുന്ന ഇൻപുട്ട് അതേ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും വരിക, ഇൻപുട്ട് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുക if it is a positive or 0 and negative of the input if the input is a negative quantity. നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. that is x minus 1 if x greater than or equal to 1 and is minus x plus 1 if x is less than 1. ആക്ച്വലി മോഡ് എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മോഡ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. അവിടെ മാറ്റി എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 വാല്യൂസ് അല്ലേ ഉള്ളത്. മോഡ് എക്സ് മൈനസ് 1ന് എക്സ് മൈനസ് 1 എന്ന് തന്നെ ഉണ്ടാവും ഇഫ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 if x greater than or equal to 1 and this is equal to modulus x minus 1 എന്ന് പറയുന്നത് minus x plus 1 ആണ്. minus x plus 1 or minus of x minus 1 minus x minus 1 divided by x minus 1 if x less than 1. കണ്ടോ? ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമുക്ക് ചെറുതാക്കാൻ കഴിയുക. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു മൈനസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 1 എന്ന്. കണ്ടോ? ഇപ്പോൾ ഈ ഫംഗ്ഷന് 2 വാല്യൂ ഉള്ളത് 1 ആൻഡ് മൈനസ് 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ
1. ഇവിടെ x equal to 1 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ for x greater than or equal to 1 ഇവിടത്തേക്കുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 1 എന്നാണ് ഇവിടെ ഉള്ളത്. ഇനി for x less than 1 ഇവിടെ -1 എന്നുമാണ് ഉള്ളത്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഫോം വരുന്ന സമയത്ത് അവിടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അറിഞ്ഞാലേ ലിമിറ്റിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കാര്യം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടികളിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയത് എങ്ങനെയാണ്? mod x minus 1 divided by x minus 1 equal to 1 for x greater than or equal to 1 and equal to -1 for x less than 1. So നമുക്ക് അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എഴുതുന്നത് ലിമിറ്റ് x tending to 1 മൈനസ് എന്നാണ്. ദാറ്റ് മീൻസ് x approaches to 1 from ലെഫ്റ്റിൽ നിന്നും നമ്മൾ എക്സിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവുന്നു? അവിടെയുള്ളത് -1 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. സോ ദ ലിമിറ്റ് x tending to 1 mod x minus 1 divided by x minus 1 equal to limit x tending to 1 minus 1 that is equal to -1. Similarly, the right hand limit x tending to 1 plus mod x minus 1 divided by x minus 1 equal to 1. So limit x tending to 1 plus 1 equal to 1 എന്ന് കിട്ടും. Left hand limit equal to -1, right hand limit equal to 1. So the limit does not exist because left hand limit not equal to right hand limit. Therefore limit x tending to 1 mod x minus 1 divided by x minus 1 does not exist. ഈ കാര്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഫംഗ്ഷനുകളെ മാറുന്ന സമയത്ത് അവിടെ ഫംഗ്ഷനുകളുടെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസിലും ഡെഫിനേഷൻസിലും വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്നും ഈ കാണുന്ന ലിമിറ്റ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടാണ് ഓരോ ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രാഫിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഗ്രാഫിൽ നിന്നും നമുക്ക് ഈ കാണുന്ന വാല്യൂ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് ലിമിറ്റ് x tending to 0 f of x എന്താണെന്നുള്ളതാണ്. അവിടെയും x tending to 0 എന്ന് പറയുന്നത് ഇവിടെ x equal to 0 എന്ന് പറയുന്നത് പോയിന്റ് ഇതാണ്. അവിടുത്തെ ലെഫ്റ്റ് പോയിന്റുകളെയും റൈറ്റ് പോയിന്റുകളെയും, സീറോയുടെ ലെഫ്റ്റിലും റൈറ്റിലുള്ള പോയിന്റുകളിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചല്ലേ നമ്മൾ ലിമിറ്റ് പറയുക. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും, that is left hand limit and right hand limit of f of x at 0 നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആദ്യം ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വി ഡിനോട്ട് ഇറ്റ് ആസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ശരിയല്ലേ? ഇവിടെ 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എക്സ്റ്റെൻഡിങ് ടു 0 ഫ്രം ലെഫ്റ്റ് എന്നാണ് ഉദ്ദേശം. ശരിയല്ലേ? 0യിലേക്ക് ലെഫ്റ്റിൽ നിന്നും വാല്യൂ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി 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 വന്ന് 0യിലേക്കാണ് ഫംഗ്ഷൻ്റെ വാല്യൂ പോകുന്നത്. സോ വി അസ്യൂം ദാറ്റ് ആസ് എക്സ്റ്റെൻഡിങ് ടു 0 ഫ്രം ലെഫ്റ്റ് f of x approaches to 0. So the limit is
0. Left hand limit is 0. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൂടെ നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് f of x. The assumed value of f of x as x approaches to 0 from right എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് കണ്ട 0യിലേക്ക് എക്സ് വാല്യൂസ് 0യിലേക്ക് റൈറ്റിൽ നിന്നും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് വന്ന് 0യിലേക്കാണ് ഇവിടെയും വരുന്നത്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഓൾസോ 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആർ സെയിം. ഹിയർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് at x equal to 0. Therefore, limit extending to 0 f of x equal to 0 എന്ന് പറയാം. സിമ്പിൾ. അതുപോലെ എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ്. അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു നോക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ് വരുന്നത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയുക. ദാറ്റ് മീൻസ് the value of the function, assumed value of the function f of x as x approaches to 1 from left. കണ്ട, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എക്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാ ഇങ്ങനെ കുറഞ്ഞ് 2യിലേക്കാണ് പോകുന്നത്. കണ്ട, സോറി -2യിലേക്കാണ് പോകുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2 എന്ന് വേണം നമുക്ക് പറയാം. എക്സ് 1ലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ട കുറഞ്ഞ് 2യിലേക്കാണ് വരുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റിൽ നിന്നും എക്സ് ഈക്വൽ ടു 1ലേക്ക് വാല്യൂസ് നമ്മൾ പോയിന്റുകൾ അടുപ്പിക്കുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കുറഞ്ഞ് ഇതാ ഇങ്ങോട്ടേക്കാണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോയിന്റ് ഉള്ളത് 1, 0 എന്ന് പറയുന്ന പോയിന്റാണ്. സോ ആസ് എക്സ് ടെൻസ് ടു 1 ഫ്രം റൈറ്റ്, ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അപ്രോച്ചസ് ടു 0. എക്സ് ആക്സിസിലേക്കാണ് വരുന്നത്. എക്സ് ആക്സിസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ആസ് എക്സ് ടെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ കുട്ടികൾക്ക് വരുന്നൊരു കൺഫ്യൂഷൻ ഇതാണ്. ഇങ്ങനെ 1, 0 എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ അറിയാതെ എന്ത് എഴുതി പോവും? ഫംഗ്ഷൻ്റെ വാല്യൂ 1 എന്ന് എഴുതി പോവും. ശരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കാണിക്കുന്നത് y ആക്സിസിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. കണ്ട, ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വന്ന് -2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് വാല്യൂവിലേക്കാണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. ഇവിടെ ഇങ്ങനെ കൂടി 1ലേക്കാണ് വരുന്നത്. ഈ y ആക്സിസിലെ പോയിന്റുകളാണ് നമ്മൾ ഫംഗ്ഷൻ വാല്യൂ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 1 എന്ന് കാണുന്നത് കൊണ്ട് ഈ ഗ്രാഫ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇവിടെ ഫംഗ്ഷൻ വാല്യൂ 1 എന്ന് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കുക എന്നും കൂടെ ഈ ഗ്രാഫ് ഓർമ്മിച്ചിരിക്കുക. എനിവേ, അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്, the right hand limit of f of x at x equal to 1 is equal to 0. So the left hand limit and right hand limit are different. Therefore limit extending to 1 f of x does not exist. രണ്ടും ഈക്വൽ അല്ല. സോ ദർ ഇസ് നോ ലിമിറ്റ് ഫോർ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി അതുപോലെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിലെയും ലിമിറ്റും കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്താണ് ലിമിറ്റ് വരുന്നത് എന്നുള്ളത്. അറ്റ് എക്സ് ഈക്വൽ ടു 2 ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വി റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്.
2 മൈനസ് എഫ് ഓഫ് എക്സ്. അവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ ചെയ്യുന്നത്? ആസ് എക്സ് ടെൻഡിങ് ടു 2 ഫ്രം ലെഫ്റ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഗ്രാഫ് വരുന്നത് കണ്ട 1 എന്ന് പറയുന്ന വാല്യൂവിലാണ്. 1ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, പക്ഷേ ആസ്യൂംഡ് വാല്യൂ മൂവ് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂവിലേക്കാണ്. സോ വി അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. Similarly, right hand limit. We denote as limit x tending to 2 plus f of x. ഇവിടെയും 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് 2ൻ്റെ റൈറ്റിൽ നിന്നും നമ്മൾ 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവുന്നു? ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഈ പോയിന്റിൽ ഇവിടുന്ന് ഇവിടെ അങ്ങനെ ഇങ്ങനെ വന്ന് ഫംഗ്ഷൻ വാല്യൂ 1ലേക്കാണ് വരുന്നത്. അവിടെ നമ്മൾ പറയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആർ ഈക്വൽ ഹിയർ. Therefore left hand limit equal to right hand limit. Therefore limit extending to 2 f of x equal to 1 എന്ന് പറയാം. കണ്ടോ? ഗ്രാഫുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പോയതിലോ ഈ പറഞ്ഞതിലോ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞതിലും എഴുതിയതിലോ മറ്റോ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഇൻഫോം ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞു പോയതിൽ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ടു ലാസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, എക്സാമ്പിൾസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.